വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിവിടെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ കേട്ടു. വളരെ ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ടു, ഷോർട്ട് ആക്ടിങ്, ഭയങ്കര നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്ത് തരുന്ന പ്രസംഗങ്ങൾ കേട്ടു. കരുണയുടെ സ്പർശം രോഗത്തിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നത് ഒരു നഴ്സിംഗ് അധ്യാപിക എന്ന നിലയ്ക്ക് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ മുമ്പ് പ്രസംഗിച്ച ആളുകൾ നമ്മളോട് എമ്പതിയെക്കുറിച്ചും കമ്പാഷനെ കുറിച്ചും എല്ലാം പറഞ്ഞു. നിങ്ങളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു മനുഷ്യനോട് രണ്ട് തരത്തിലുള്ള വികാരങ്ങളാണ് സാധാരണ തോന്നാറ്. ഒന്ന് സിമ്പതി, ഒരാൾക്ക് ഒരു വിഷമമുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒന്നാമത്തെ വികാരം സിമ്പതിയാണ്. രണ്ടാമത്തത് എമ്പതി. എമ്പതിയുടെ ഒരു ഗ്രേഡ് കൂടിയ രൂപമാണ് കമ്പാഷൻ. അപ്പം സിമ്പതി എന്ന് പറഞ്ഞാൽ ഒരാളെ വിഷമിക്കുന്ന കാണുമ്പോൾ അയ്യോ പാവം എന്ന് നമുക്ക് തോന്നും. നമുക്ക് പക്ഷെ അവർക്കൊന്നും ചെയ്തു കൊടുക്കണം എന്നൊന്നും തോന്നില്ല. പക്ഷേ എമ്പതി അങ്ങനെയല്ല. നമ്മളെ തന്നെ അവരുടെ പ്ലേസിൽ നിർത്തിയിട്ട് നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടി റോഡരികിൽ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അയ്യോ ആ കുട്ടി വിശന്നിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നത് സിമ്പതി. എന്നാൽ ആ കുട്ടിക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പൊതിച്ചോറ് കൊടുക്കുന്നത് എമ്പതി. എമ്പതി അതിൻ്റെ ഗ്രേഡ് കൂടിയ രൂപം കമ്പാഷൻ. അപ്പോൾ ഒരു ആരോഗ്യരംഗത്തെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഈ എമ്പതിയുടെ പ്രാധാന്യം? നമ്മുടെ ലോകപ്രശസ്തനായ സൈക്യാട്രിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പരിചരണം, കെയർ ആവശ്യമാണെന്ന് തോന്നുന്നത് നമുക്ക് അസുഖം വരുമ്പോഴാണ്. അസുഖം വരുമ്പോൾ നമ്മുടെ അമ്മയുടെ ഒരു വാത്സല്യം കിട്ടിയിരുന്നെങ്കിൽ, അമ്മ നമ്മളെ പരിചരിക്കുന്നത് പോലെ നമ്മൾ പരിചരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ എന്നോട് ക്ഷമിക്കണം, അച്ഛന്മാരുടെ സ്നേഹവും വലുത് തന്നെയാണ്. പക്ഷേ ഒരു അമ്മ പരിചരിക്കുന്നത് പോലെ നമ്മളെ പരിചരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ഒരു യുദ്ധത്തിൽ മുറിവേറ്റ ആളുകളെ പരിചരിച്ച് സ്വന്തം ഒരു രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഒരു സ്വന്തം ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി പരിചരിക്കാൻ വേണ്ടി അത് തുടക്കം കുറിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന വ്യക്തിയുടെ 1820 ഇറ്റലിയിലാണ് ജനിച്ചത്. അവരുടെ പിന്മുറക്കാരാണ് ഈ നഴ്സിംഗ് മേഖലയിലുള്ള ആളുകൾ. അപ്പോൾ അവരാണ് ഈ ഒരു കമ്പാഷനേറ്റ് കെയർ എന്നുള്ള ഒരു ആശയം നമ്മുടെ നഴ്സിംഗിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു രോഗി വരുന്ന സമയത്ത്, നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത്, ഞാനിവിടെ ഈ ഹാളിലേക്ക് കയറി വന്നപ്പോൾ ആരുടെ മുഖത്ത് നമ്മൾ പരിചയമില്ലാത്ത ആളുകളെ നോക്കി അങ്ങനെ ചിരിക്കാറില്ല അല്ലേ? പക്ഷേ നമ്മളിങ്ങനെ പല്ല് കാണിച്ച് ചിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റും. ഒരാളെ കാണുമ്പോൾ അതെ നിങ്ങളും എൻ്റെ ഹോമോസാപ്പിയൻസ്, നമ്മളൊക്കെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരാളോട് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ റിസീവ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലൂടെ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വരുന്ന ഡോക്ടറോ നഴ്സോ അല്ലെങ്കിൽ അവിടെയുള്ള ഏത് സ്റ്റാഫോ ആയിക്കോട്ടെ, ഒന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളോട് എന്താണ് പറ്റിയത്, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകുതി അസുഖം മാറും അല്ലേ? അപ്പോൾ കമ്പാഷൻ നമുക്ക് ഒരാളോട് എങ്ങനെ കാണിക്കാൻ പറ്റും? എനിക്ക് നിങ്ങളോട് അനുകമ്പയുണ്ട്, അത് എനിക്ക് നിങ്ങളോട് എങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പം എൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാനത് കാണിച്ചാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കാണിക്കാനുള്ള ഒരു മാർഗമാണ് എസ്റ്റാബ്ലിഷ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദം, നല്ലൊരു ബന്ധം അവരുമായിട്ട് സ്ഥാപിക്കുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആക്റ്റീവ് ലിസണിങ് ആണ്. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ എഫ് പോലെ വളഞ്ഞിരുന്ന് ഫോൺ നോക്കിയിരിക്കും. അവനവൻ്റെ ലോകമാണ് എല്ലാവർക്കും. എന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നം ഞാൻ എന്തിനെടുത്ത് തലയിൽ വെക്കണം, അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യം ഞാൻ എന്തിനു കേൾക്കണം, എന്നെ ബാധിക്കുന്ന അത്രയ്ക്കൊരു സ്വാർത്ഥമായ ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കമ്പാഷൻ വളരെ ചെറിയ കുട്ടികളിലടക്കം നമ്മളത്, ഇപ്പം നേരത്തെ ഡോക്ടർ ഗായത്രി പറഞ്ഞു, കമ്പാഷനേറ്റ് പാരന്റിങ്ങിനെ കുറിച്ച് പോലും ആ ഒരു
പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം തീർച്ചയായും നമ്മൾ ഇനി നിങ്ങൾ ഭാവിയിൽ മാതാപിതാക്കളാവാൻ പോകുന്ന കുട്ടികളാണ് പുറകിലിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മക്കൾക്ക് ആ ഒരു റോൾ മോഡലായിട്ട് അത് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഒരാളോട് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 വേർഡ്സാണ്, ഒന്ന് സോറിയും ഒന്ന് താങ്ക് യു. നമുക്ക് ഒരാളൊരു സേവനം ചെയ്തു കഴിയുമ്പോൾ അവരോട് താങ്ക് യു എന്ന് പറയുമ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഹാപ്പി ഹോർമോൺസ്, നാച്ചുറൽ ആയിട്ടുള്ള എൻഡോർഫിൻസും അതൊക്കെ പെയിനിനെ റെഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. നമുക്ക് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അപ്പം തീർച്ചയായും കുട്ടിക്കാലം മുതൽക്ക് ഈ ഒരു കമ്പാഷനേറ്റ് കെയർ നിങ്ങളുടെ കുട്ടികളുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. അതിന് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ ഹോസ്പിറ്റലുകളും, ആരോഗ്യ പ്രവർത്തനമുള്ള ആളുകളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഇതിനുവേണ്ടി ഒത്തിരി ശ്രമിക്കണം. കാരണം ഇനി വരാൻ പോകുന്നത് അറിവിൻ്റെ കാലത്തിൽ ഭയങ്കര ഒരു വിസ്ഫോടനാത്മകമായിട്ടുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. നമുക്ക് വളരെയധികം നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്ത് എന്നുള്ള ലെവലിൽ പോലും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് സിംഗപ്പൂർ ഒന്ന് കാണണമെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോണിനകത്ത് പിറ്റേ ദിവസം എനിക്ക് റിസോർട്ട്സ് ഇൻ സിംഗപ്പൂർ അല്ലെങ്കിൽ ഹൗ ടു റീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഫോണിൽ വരുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചിന്തകളെ പോലും പിടിച്ചെടുത്ത് നമ്മളെ ആ രീതിയിൽ നമ്മുടെ ആ ഒരു ലെവലിലേക്ക് പോകാൻ മനുഷ്യനിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വന്നു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് കമ്പാഷനും സ്നേഹമൊന്നുമില്ല. നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അരുൾ, അൻപ്, അനുകമ്പ, ഇത് 3ഉം കൂടി ചേർന്നാലേ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയാവുള്ളൂ. അപ്പോൾ ഈ അനുകമ്പയും അൻപും ഇല്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരുടെ മനസ്സിൽ ആ ഒരു കമ്പാഷനേറ്റ് കെയർ എന്നുള്ള ലെവലിലേക്ക് വിഷമിക്കുന്നവർക്ക് എൻ്റെ സമയം മാറ്റിവെച്ച് അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവണം, അവരോട് സ്നേഹം ഉണ്ടാവണം. നമ്മളെല്ലാവരും ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് അല്ലേ. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാത്തിനോടും, ജീവനുള്ള എല്ലാത്തിനോടും, മരങ്ങളോടും കിളികളോടും എല്ലാത്തിനോടും നമുക്ക് ഈ ഒരു കമ്പാഷൻ വേണം. അത് മനുഷ്യനത് സാധിക്കും. നമ്മളുടെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടുണ്ട് കമ്പാഷനേറ്റ് ആണ് എന്നുള്ളത്. നമ്മൾ അതിൽ നിന്ന് ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി. തീർച്ചയായും ഈ കമ്പാഷൻ പുറത്തേക്ക് വരും. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ചിരിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും ഇടയ്ക്കൊരു താങ്ക് യു പറയാനും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാനും ഉള്ള ഒരു സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് കേൾക്കുന്നവർക്ക് മാത്രമല്ല നിങ്ങളെ കൂടി അത് വളരെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.